മനസ്സിനെയും ശരീരത്തിനെയും പുണ്യമാസത്തിനായി സമർപ്പിക്കുവാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആഗോള ടൂറിസം മാപ്പിൽ ഇടം നേടുകയാണ് ഹവാർ എന്ന ചെറിയ ദ്വീപ്. മലയാളിയായ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് അവിടെയുള്ള ടൂറിസം പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത്. പതിനാറോളം ദ്വീപുകൾ അടങ്ങിയതാണ് പവിഴദ്വീപായ ബഹ്റിൻ എന്ന ഈ മനോഹരമായ ചെറുരാജ്യം. പ്രധാന കരയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ നാലുപാടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഹവാർ എന്ന മനോഹരമായ ഈ ദ്വീപ്. ബഹ്റിൻ്റെ പ്രധാന കരയായ അൽദൂർ ബോട്ട് ജെട്ടിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ കടൽ മാർഗം സഞ്ചരിച്ചാണ് ഈ ചെറുദ്വീപിൽ എത്തപ്പെടുന്നത്. 1 മണിക്കൂർ മനോഹരമായ കടൽ യാത്രയാണ് സഞ്ചാരികളെ ഇവിടെ കാത്തിരിക്കുന്നത്. ടൂറിസം വികസിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഇവിടുത്തെ പദ്ധതികളുടെ മേൽനോട്ടവും പുനരുദ്ധാന പ്രവർത്തനങ്ങളും മലയാളിയായ വർഗീസ് കുര്യൻ നേതൃത്വം നൽകുന്ന അൽനമലാൻ VKL ഹോൾഡിംഗ് കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. വിനോദസഞ്ചാരികളുടെ പർദീസയായി മാറിയ ഈ സ്ഥലത്ത് എത്തുന്നവർക്കായി നിരവധി സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായ ബീച്ചും ഹോട്ടൽ സമുച്ചയങ്ങളും നിരവധി ഉല്ലാസ പരിപാടികളുമാണ് അധികൃതർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. So we are actually in touch with a lot of travels and tour companies who actually provide a lot of packages to for various countries and all those tourists attracted countries. So we expect Hawar to be a place like that, like globally known and a place for relaxation, rehabilitation, for where people come to just relax. So we are coming up with Ayurvedic centers and many rehabilitation facilities. Now approaching many of those companies so that people can come from outside. We are expecting people from Saudi, Dubai, Kuwait, all the GCC. We want everyone to come Bahrain, and maybe Bahrain is not very well known abroad, but we wish we can help reach Bahrain out to the world. 50 റൂമുകളും 2 റെസ്റ്റോറൻറ്റുകളും നീന്തൽക്കുളങ്ങളും മീറ്റിംഗ് ഹാളുകളും ഹോട്ടലിൽ അതിഥികൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. കടൽ ഭംഗി ആസ്വദിക്കുവാൻ പ്രത്യേക മുറികളടങ്ങുന്ന സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. Hawar Island has a lot of activities for people who go there, and at present it has 48 rooms
with suites. The future plans are to build 50 chalets and to have additional 100 rooms as part of expansion. And we are also introducing scuba diving shortly, which will be a new experience for the guests of the hotel. And we are in talks to bring in the seaplane also, which we foresee in another 3 to 4 months' time. We plan to have it in operation here. So all these things will make it a very enjoyable visit for the guests. As packages, as of now, we are offering a one-day package wherein it includes the cost of the transportation, breakfast, lunch. So they can leave morning by the boat and come back evening. And then we have packages for the weekends, for long stay, all priced, reasonably priced to meet all types of customers. When people can opt for the one-day package also, and the prices are very reasonable, so it is affordable for one and all. We are planning to open up an Ayurvedic center there. It will have patients can undergo all types of Ayurvedic treatments, and they can stay there to have the treatment done, so they can do on long-term packages for their treatment. It will be a unique concept. Yeah, it's on similar lines. Like same Ayurvedic massage treatment is like in India, Kerala. ശാന്തസുന്ദരമായ ബീച്ചാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. വാട്ടർ ബൈക്ക്, ചെറിയ കുടിലുകൾ, ബോട്ടുകൾ, കുട്ടികൾക്കായുള്ള കളിവസ്തുക്കളും ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ബീച്ചിനോട് ചേർന്നുള്ള വാട്ടർ പാർക്കാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. നിരവധി വാട്ടർ റൈഡുകളും സ്വിമ്മിംഗ് പൂളുകളും അടങ്ങിയ സൗകര്യങ്ങൾ ഇതിലുണ്ട്. ഹോട്ടലിന് പുറത്ത് വിനോദസഞ്ചാരികൾക്കായി പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കുവാൻ വാഹനങ്ങൾ അധികൃതർ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 12 കിലോമീറ്ററോളം ഈ ദ്വീപിലൂടെ കരമാർഗം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് റോഡിൻ്റെ ഇരുവശത്തായും സ്വതന്ത്രമായി ഓടി നടക്കുന്ന വിവിധതരം മാനുകളെയും അറേബ്യൻ ഓറിക്സുകളെയും കാണുവാൻ സാധിക്കും. കരയോട് ചേർന്ന ഭാഗത്ത് വിവിധതരം ദേശാടന പക്ഷികളും അപൂർവയിനം മീനുകളും അതിഥികളായി എത്താറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മോസ്കാണ് ഈ ദ്വീപിലെ മറ്റൊരു സവിശേഷത. ചരിത്ര സ്മാരകമായ ഈ മോസ്കിൻ്റെ തനിമ അതേ രീതിയിൽ നിലനിർത്തിയാണ് അതിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തുന്നത്. ദ്വീപിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ ഉപജീവനം നടത്തുന്നുണ്ട്. മനോഹരമായ രാജകൊട്ടാരം, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സൈനിക ക്യാമ്പ്, ആശുപത്രി എന്നിവ ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്.
ബഹ്റിൻ സദേൺ ഏരിയ ഡെവലപ്മെന്റ് കമ്പനിയുമായി കഴിഞ്ഞ കാലത്ത് അൽനമൽ ഗ്രൂപ്പ് ഇവിടുത്തെ ടൂറിസം പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുത്തിരുന്നു. ബഹ്റിന്റെ പ്രധാന കരയിൽ നിന്ന് സീപ്ലെയിൻ സർവീസും ഹാവേ ക്രോഫ്റ്റും ലക്ഷറി ബോട്ടും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. കൂടാതെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ആയുർവേദിക് സെന്ററും തുടങ്ങാനുള്ള പദ്ധതിയിലാണ് കമ്പനി ഇപ്പോൾ. UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം jhind.bh@gmail.com. വീണ്ടും അടുത്തയാഴ്ച കണ്ടുമുട്ടുന്നതുവരെ ജയ് ഹിന്ദ്.